നിങ്ങൾ കേട്ടു ഫ്രാങ്ക്ലിൻ എന്ന ചെറുപ്പക്കാരൻ്റെ സംരംഭക മോഹം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. അദ്ദേഹം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ നല്ലതാണ്, മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, ഒരു തൊഴിൽ കണ്ടെത്തിയിരുന്നു, അതിൽ മികവോടുകൂടി വളരാമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ മോഹം അവിടെ ഒതുങ്ങിയില്ല, തൊഴിൽ കൊടുക്കുന്ന സംരംഭകനാവണം. അത്തരം ഒരാഗ്രഹത്തോടുകൂടി റിസൈൻ ചെയ്യുന്നു. സമൂഹത്തിലെ ഒരു പ്രോബ്ലം അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്യുന്നു. സംരംഭകർ ശ്രദ്ധിക്കുക, സമൂഹത്തിലെ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആയിരിക്കണം നമ്മുടെ ഒരു സംരംഭം എന്ന് പറയുന്നത്. ക്ലിയറാണ്. നമ്മുടെ കുട്ടികൾ നമുക്കറിയാം സപ്ലി ഉണ്ടെന്ന് അഹങ്കാരത്തോടു കൂടി അഭിമാനത്തോടു കൂടിയൊക്കെ പറയുന്ന ഒരു കാലത്താണ്. അതല്ല, നിങ്ങൾക്ക് 10ൽ 10 നേടണം എന്ന ആഗ്രഹത്തോടു കൂടി തുടങ്ങിയ ഒരു സംരംഭം അത് വിജയിക്കുക തന്നെ ചെയ്യും. അതിലൂടെ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്നു. ആദ്യം കുറച്ച് പേർ, പിന്നീട് ഇന്ന് 10,000-ഓളം സ്റ്റുഡൻസ് ഒരു വർഷത്തിനിടയിൽ 100 പേർക്ക് തൊഴിൽ കൊടുക്കുക. അത് നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഇത്തരം സംരംഭകരും നമ്മുടെ നാട്ടിലുണ്ടാവുമ്പോഴാണ് സമൂഹം വളരുക. എല്ലാവരും തൊഴിൽ തേടി നടക്കുന്ന കാലത്ത് തൊഴിൽ കൊടുക്കണമെന്ന ആഗ്രഹമുള്ള ചെറുപ്പക്കാർ മുന്നോട്ട് വന്നാലേ നമ്മുടെ സമൂഹം മുന്നോട്ട് പോകൂ. കർഷകരുണ്ടെങ്കിലേ നമ്മുടെ വയറ് നിറയൂ. സംരംഭകരുണ്ടെങ്കിലേ നമ്മുടെ നാട്ടിൽ തൊഴിലുണ്ടാവൂ എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. അത്തരം ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കണം. ഇത്തരം ചെറുപ്പക്കാർ വരുമ്പോൾ അവരെ കൈനീട്ടി സ്വീകരിക്കണം നമ്മൾ.